ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള ഫൈനാൻഷ്യൽ കോഡ്. അപ്പോൾ അതിൻ്റെ ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ കേരള ഫൈനാൻഷ്യൽ കോഡ് അതിൻ്റെ വോളിയം 1ഉം വോളിയം 2ഉം ആ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഇതിനകം തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്തെയും ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു സമ്പൂർണ്ണ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഒരു മുൻവർഷ ചോദ്യപേപ്പർ ഇത് 2020 ഒക്ടോബർ 18 നടന്ന ഒരു കേരള ഫിനാൻഷ്യൽ കോഡ് ലോവറിൻ്റെ പരീക്ഷ, അതിൻ്റെ ഒരു ചോദ്യപേപ്പറാണിത്. ഇതിൻ്റെ ആദ്യ ഭാഗം, ആദ്യത്തെ 50 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി 51 മുതലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ടെസ്റ്റ് ലോവറായാലും ഇനി അക്കൗണ്ട് ടെസ്റ്റ് ഹയറിനാണ് തയ്യാറെടുക്കുന്നതെങ്കിലും അല്ല എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിൻ്റെ ടെസ്റ്റിനാണ് തയ്യാറെടുക്കുന്നതെങ്കിലും നമ്മുടെ ഈ കേരള ഫൈനാൻഷ്യൽ കോഡിൻ്റെ ചോദ്യപേപ്പറുകളെല്ലാം തയ്യാറാക്കുന്നത് ഒരേ പുസ്തകത്തെ തന്നെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ഏത് ചോദ്യപേപ്പർ നിങ്ങൾ പരിചയപ്പെട്ടിരുന്നാലും അത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ പ്രയോജനപ്രദമായിരിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിൽ 51ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഓരോ ചോദ്യങ്ങളോടൊപ്പം ഞാൻ അതിൻ്റെ റൈറ്റ് ആൻസർ കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും പറഞ്ഞു അതായിരിക്കും കൂടുതൽ നന്നാവുക എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിന് ഗ്രീനിങ്ങിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ റൈറ്റ് ആൻസേഴ്സാണ്. ദ കംപ്ലീറ്റ് അക്കൗണ്ട്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ഈച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആർ മെയിൻറ്റെയിൻ അറ്റ് ദ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറ്റ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതിൻ്റെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ എവിടെയാണെന്നുള്ളതാണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ നാഗ്പൂറാണ്. 52ാമത്തെ ചോദ്യം, ക്യാഷ് ബാലൻസസ് ഹെൽഡ് ഇൻ എ സ്റ്റേറ്റ് ട്രഷറി ഫോം പാർട്ട് ഓഫ് ദ ഫോളോയിങ് ഓഫ് ദ സ്റ്റേറ്റ് ടു വിച്ച് ദ ട്രഷറി ബിലോങ്: കൺസോളിഡേറ്റഡ് ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്, കണ്ടിജൻസി ഫണ്ട്, ഓൾ ദ അബവ്. അത് ട്രഷറിയിലെ ക്യാഷ് ബാലൻസസ് നമ്മൾ എവിടെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കറിയാം ഗവൺമെൻറ് അക്കൗണ്ടിൻ്റെ വേരിയസ് പാർട്സാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏത് പാർട്ടിൽ വേണമെങ്കിലും കീപ്പ് ചെയ്യാമെന്നർത്ഥം. ഓൾ ദ എബവ് എന്നാണ് അതിൻ്റെ ആൻസർ. 53ാമത്തെ ചോദ്യം, ഡേ ബുക്ക് ഈസ് യൂസ്ഡ് ഇൻ ഏജീസ് ഓഫീസ്, ബാങ്ക്സ്, ട്രഷറീസ്, നോട്ട. നൺ ഓഫ് ദ എബവ് എന്നാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ റൈറ്റ് ആൻസർ ട്രഷറീസ് ആണ്. ഡേ ബുക്ക് നമുക്കറിയാം ട്രഷറിയുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരു പദമാണത്. 54, കണ്ടിജൻസി ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് ഡാഷ്. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കണ്ടിജൻസി ഫണ്ട് ആരുടെ കസ്റ്റഡിയിലാണ്? ഗവൺമെൻറ്റിൻ്റെ ആണോ അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണോ? നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോവുകയും ചെയ്യും ഈ ചോദ്യം കാണുമ്പോൾ. ഇത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കസ്റ്റഡിയിലാണെന്ന്. അപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കസ്റ്റഡിയിലല്ല, ഇറ്റ് ഈസ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് ഗവർണർ. 55ാമത്തെ ചോദ്യം, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് വാസ് ഇനാക്റ്റഡ് ഇൻ ദ ഇയർ. ഏത് വർഷമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതെന്നാണ്. അപ്പോൾ അതിൻ്റെ ശരിയുത്തരം 1934. എ ചെക്ക് രജിസ്റ്റർ ഇൻ ഫോം ഡാഷ് ഈസ് മെയിൻറ്റെയിൻ ഇൻ ഓൾ ട്രഷറീസ് ഫോർ ദ റെക്കോർഡ് ഓഫ് ഓൾ ക്യാഷ് ആൻഡ് ട്രാൻസ്ഫർ ട്രാൻസാക്ഷൻസ്. ഫോംസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതിൻ്റെ റൈറ്റ് ആൻസർ ഫോം TA3 ആണത്. 57ാമത്തെ ചോദ്യം, രജിസ്റ്റർ ഓഫ് റിസർവ് ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആർ മെയിൻറ്റെയിൻ ഇൻ ഫോം. അതും ഫോംസുമായി ബന്ധപ്പെട്ടാണ്. അത് ഫോം TA5 അത് വരുന്നത്. 58ാമത്തെ ചോദ്യം, ദ റെമിറ്റൻസ് മെയ്ഡ് ഡയറക്ട്ലി ഓർ ത്രൂ കറൻസി ചെസ് ബിറ്റ്വീൻ എനി ടു ട്രഷറീസ് ബോത്ത് അണ്ടർ എ ഡാഷ് ഈസ് ക്ലാസിഫൈഡ് ആസ് ലോക്കൽ റെമിറ്റൻസ്. ദ ബുക്കിലെ അതേ സെൻറ്റൻസ് തന്നെയാണ്. അണ്ടർ എ സിംഗിൾ ഗവൺമെൻറ്, ഒരു സിംഗിൾ ഗവൺമെൻറ്റിന് ഇടയ്ക്ക് വരുന്ന റെമിറ്റൻസുകളാണ് നമ്മൾ ലോക്കൽ റെമിറ്റൻസ് എന്ന് പറയുന്നത്. 59ാമത്തെ ചോദ്യം, ട്രാൻസാക്ഷൻസ് ഓഫ് ഓൾ ലോക്കൽ ഫണ്ട്സ് ആർ എൻറ്റേർഡ് ഇൻ പേഴ്സണൽ ഡെപ്പോസിറ്റ് രജിസ്റ്റർ വിച്ച് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ. പേഴ്സണൽ ഡെപ്പോസിറ്റ് രജിസ്റ്റർ ഏത് ഫോമിലാണ് വരുന്നതെന്നാണ് ചോദ്യം. ഫോം 15 ആണ് എൻ്റെ ആൻസർ. 60ാമത്തെ ചോദ്യം, ദ ട്രാൻസാക്ഷൻസ് ഓഫ് ഓൾ ലോക്കൽ ഫണ്ട്സ് ഇൻക്ലൂഡിംഗ് municipal and cantonment funds are recorded in the forms used for personal deposits but kept quite distinct as local funds ആയിട്ടാണ് അത് കീപ്പ് ചെയ്യുന്നത്. 61ാമത്തെ ചോദ്യം, the procedure of adjustment of municipal rates and taxes on government buildings are explained in article dash of K.F.C 1. കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ഏത് ആർട്ടിക്കിളിലാണ് ഇത് വരുന്നതെന്നാണ്. ആർട്ടിക്കിൾ 40 അത് വരുന്നത്. ഇതൊക്കെ
ബുക്കിൽ നേരിട്ട് കണ്ടുപിടിക്കാവുന്നതാണ് അതിൻ്റെ ഫോംസും ആർട്ടിക്കിൾസും ഒക്കെ. 62ാമത്തെ ചോദ്യം, all amounts due to government which are found to irrecoverable are dashed from debt head account. The written off എന്നാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. written off in the following which is not a tax revenue. ഇൻട്രസ്റ്റ് റെസിപ്റ്റും പ്രോഫിറ്റും ആണ് ടാക്സ് റവന്യൂവിൽ വരാത്തത്. 64ാമത്തെ ചോദ്യം, which one among the following included in the list of സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽഡ് ഹെഡ്. സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽ ഹെഡിൽ വരുന്ന ഏതൊക്കെയാണ്? 1 സാലറീസ്, 2 വേജസ്, 3 ട്രാവൽ എക്സ്പെൻസസ്. ഇതെല്ലാം സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽഡ് ഹെഡിൽ തന്നെയാണ് വരുന്നത്. ഓൾ ദ എബവ് എന്നാണ് എൻ്റെ ആൻസർ. റിക്കവറീസ് ഓൺ അക്കൗണ്ട് ഓഫ് കമ്മിറ്റഡ് വാല്യൂ ഓഫ് പെൻഷൻസ് എഫക്റ്റഡ് ഫ്രം അതർ ഗവൺമെൻറ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഡിഡക്ഷൻ ഫ്രം ഡാഷ്. അത് എപ്പോഴും എക്സ്പെൻഡിച്ചറിൽ നിന്നുള്ള ഡിഡക്ഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. 66ാമത്തെ ചോദ്യം, അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ രാജ് പ്രമുഖ് ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടുവേർഡ്സ് ജനറൽ ബാങ്കിങ് ബിസിനസ് വാസ് സൈൻഡ് ഓൺ. ആ ഡേറ്റ് ഓർത്തിരിക്കേണ്ടതാണ്. രാജ് പ്രമുഖുമായിട്ട് നടത്തിയിരിക്കുന്ന കരാറിൻ്റെ ഡേറ്റ് ആണത് 30/6/1952. Contingency fund is provided to the central or state governments to meet dash expenses. കണ്ടിജൻസി ഫണ്ട് നമ്മളെപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. അൺഫോർസീൻ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ടിജൻസി ഫണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ അത്യാവശ്യമായിട്ട് വരുന്ന ചിലവുകൾ, നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്ത ചിലവുകൾ. 68ാമത്തെ ചോദ്യം, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ സർക്കുലർ ടു ഹൂം ടു പ്രിപ്പയർ ഡിപ്പാർട്ട്മെന്റൽ എസ്റ്റിമേറ്റ്സ് ഫോർ ബജറ്റ്. അത് എല്ലാ ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റിനാണ് അത് അയക്കുന്നത്. 69ാമത്തെ ചോദ്യം, അപ്രോപ്രിയേഷൻ ആക്ട് ഈസ് ദ ലീഗൽ അതോറിറ്റി ഫോർ ദ വിത്ഡ്രോവൽ ഓഫ് മണി ഫ്രം ഡാഷ് ഫണ്ട്. അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കണമെങ്കിൽ അപ്രോപ്രിയേഷൻ ആക്ട് പാസ്സാകണം. 70ാമത്തെ ചോദ്യം, ഇൻ സ്റ്റേറ്റ് അസംബ്ലി ഹൂ പ്ലേസ് ദ ബഡ്ജറ്റ് ബിഫോർ ദ ലെജിസ്ലേച്ചർ. നിയമസഭയിൽ ആരാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെന്നാണ്. അത് ഫിനാൻസ് മിനിസ്റ്ററാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു ചോദ്യം. 71ാമത്തെ ചോദ്യം, ചാപ്റ്റർ വൈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടൻസ് ആർ മെയ്ഡ് ഇൻ. അത് കേരള ബജറ്റ് മാനുവലിലെ ഒരു ഭാഗമാണത്. 72ാമത്തെ ചോദ്യം, ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ഈസ് ദ റിക്വസ്റ്റ് ഓഫ് ഡാഷ് ടു ഡാഷ് ഫോർ എ സ്പെസിഫൈഡ് സം ഓഫ് മണി. ഡിമാൻഡ് ഫോർ ഗ്രാൻഡും അതുപോലെ തന്നെയാണ്. അത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിൽ നടത്തുന്ന ഒരു റിക്വസ്റ്റാണ്. അതിനാണ് നമ്മൾ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് എന്ന് പറയുന്നത്. 73ാമത്തേത്, സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ഈസ് ദ റിക്വസ്റ്റ് ഫോർ ഫണ്ട്സ് ഫോർ എ ഡാഷ് സർവീസ്. ന്യൂ സർവീസാണ്. ന്യൂ സർവീസ് നമ്മൾ പറഞ്ഞു ബജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത സർവീസുകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് അവതരിപ്പിക്കുന്നത്. 74ാമത്തെ ചോദ്യം, ഗവൺമെൻറ് അക്കൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് ടയർ സിസ്റ്റം. ഗവൺമെൻറ് അക്കൗണ്ട്സ് എത്ര ടയർ സിസ്റ്റത്തിലാണ് അത് കീപ്പ് ചെയ്യണമെന്നാണ്. 5 ടയർ സിസ്റ്റമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കണ്ടതാണ്. 75ാമത്തെ ചോദ്യം, ടു മീറ്റ് അൺഫോർസീൻ എക്സ്പെൻഡിച്ചർ ടു അവോയ്ഡ് ഡിലേ ഇൻ ഡ്രോയിങ് മണി ഫ്രം ട്രഷറി ടു അവോയ്ഡ് ഒഫീഷ്യൽ ആൻഡ് അതർ ഫോർമാലിറ്റീസ് വാട്ട് എമൗണ്ട് ഈസ് സാങ്ഷൻ ടു ഗവൺമെൻറ് ഓഫീസേഴ്സ്. അതിനുവേണ്ടി കൊടുക്കുന്നതാണ് നമ്മൾ പെർമനൻറ്റ് അഡ്വാൻസ്. 76ാമത്തെ ചോദ്യം, വാട്ട് ഓൺ അക്കൗണ്ട് ഈസ് എ അഡ്വാൻസ് ഗ്രാൻഡ് ഗിവൻ ബൈ അസംബ്ലി ടു മീറ്റ് ദ എക്സ്പെൻഡിച്ചർ ഫോർ പാർട്ട് ഓഫ് ന്യൂ ഇയർ. അടുത്ത വർഷത്തേക്കാണ് അതിൻ്റെ പാർട്ടായിട്ട് വരുന്ന എക്സ്പെൻഡിച്ചറുകൾ. സാങ്ഷനിങ് ഓഫ് റൗണ്ട് ഓഫ് റവന്യൂ ആർ സബ്ജക്ട് ടു ദ ഫോളോയിങ്: ബുക്ക് ഓഫ് ഫിനാൻഷ്യൽ ഫവേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡേഴ്സ്, ഡിപ്പാർട്ട്മെന്റൽ മാനുവൽസ് ആൻഡ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ്. ഓൾ ദ എബവ്. ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ റീഫണ്ട് ഓഫ് റവന്യൂ അതിൻ്റെ സാങ്ഷൻ വരുന്നത്. What is the reason for surrender of budget allocation? ബഡ്ജറ്റ് അലോക്കേഷൻ എപ്പോഴാണ് സറണ്ടർ ചെയ്യണമെന്നാണ് ചോദ്യം. എക്സസ് ആൻഡ് അൺഎക്സ്പെൻഡഡ് സ്റ്റേജസ് ഓഫ് അലോട്ട്മെൻറ്റ്സ്. അതായത് അധികം തുക വരിക, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന തുക അത് ചെലവഴിക്കാതെ വരിക. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ അത് സറണ്ടർ ചെയ്യും. സ്ക്രൂട്ടിനി ഓഫ് എസ്റ്റിമേറ്റ്സ് പ്രിപ്പയർഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ എക്സ്പ്ലെയിൻഡ് ഇൻ ഡാഷ് ഓഫ് KBM കേരള ബജറ്റ് മാനുവൽ ചാപ്റ്റർ 48 അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. 80ാമത്തെ ചോദ്യം, ഹൂ എക്സാമിൻ ദ ലോഗ് ബുക്ക് ആൻഡ് ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഫോർ ക്ലെയിമിംഗ് എമൗണ്ട് ഫോർ പെട്രോൾ എക്സെട്ര ഫ്രം ട്രഷറി. ഡ്രോയിങ് ഓഫീസറാണ് ലോഗ് ബുക്ക്
പരിശോധിക്കുന്നത്. നമുക്കറിയാം ലോഗ് ബുക്ക് സർക്കാർ വാഹനങ്ങൾ കീപ്പ് ചെയ്യുന്ന ഓഫീസുകളിൽ സൂക്ഷിക്കേണ്ട ഒരു അവശ്യം രേഖയാണ് ലോഗ് ബുക്ക്. വാഹനങ്ങൾ എപ്പോൾ പുറത്തു പോകുന്നു, എപ്പോഴാണ് അത് അകത്ത് വരുന്നത്, എത്ര കിലോമീറ്റർ ഓടി, അതൊക്കെ ലോഗ് ബുക്കിലാണ് രേഖപ്പെടുത്തി വയ്ക്കുക. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളതിൻ്റെ പെട്രോളിൻ്റെ എമൗണ്ട് ക്ലെയിം ചെയ്യുന്നത്. In ordinary tenders for store purchase, 2-month time is granted for dash. അത് ഫേംനെസ് ഓഫ് റേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന സമയമാണ് 2 മാസം. 82ാമത്തെ ചോദ്യം, ലീവ് ആപ്ലിക്കേഷൻ ഷുഡ് റീച്ച് ഗവൺമെൻറ് 1 month prior to date of leave in the case of dash officers. അത് ഗസറ്റഡ് ഓഫീസേഴ്സിൻ്റെ കേസിൽ അവരുടെ ലീവുകൾ 1 മാസം മുമ്പ് തന്നെ എന്ത് ചെയ്യണം, അവിടെ എത്തിയിരിക്കണം. അവരുടെ ലീവുകൾ സാങ്ഷൻ ചെയ്യുന്നത് AG ആണല്ലോ, അപ്പോൾ അവിടെ അത് 1 മാസം മുമ്പ് തന്നെ അത് എത്തിയിരിക്കണം എന്നാണ് പറയുന്നത്. 83, ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 18% ഈസ് ചാർജ്ഡ് ഓൺ അൺയൂട്ടിലൈസ്ഡ് പോർഷൻ ഓഫ് ഡാഷ് അഡ്വാൻസ്. ടൂർ അഡ്വാൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണത്. ടൂർ അഡ്വാൻസ് നമ്മളത് ബാക്കി വരുന്ന തുക എത്രയും പെട്ടെന്ന് അപ്പോൾ തന്നെ അത് തിരിച്ചടയ്ക്കേണ്ടതാണ്. തിരിച്ചടച്ചില്ലെങ്കിൽ അത് അൺയൂട്ടിലൈസ്ഡ് പോർഷന് 18% ഇൻട്രസ്റ്റോടുകൂടി തിരിച്ചടയ്ക്കേണ്ടി വരും. 84, കോപ്പി ഓഫ് ഗവൺമെൻറ് ഓർഡേഴ്സ് ഷാൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ അക്കൗണ്ടൻറ്റ് ജനറൽ റിലേറ്റഡ് ടു ഡാഷ് ഓഫീസേഴ്സ്. ഉണ്ടോ, അക്കൗണ്ടൻറ്റ് ജനറലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എപ്പോഴും ഗസറ്റഡ് ഓഫീസേഴ്സിൻ്റെ കേസിലാണത്. വാട്ട് സ്റ്റെപ്സ് ആർ ടു ബി ടേക്കൺ ബൈ എ ഗവൺമെൻറ് സർവൻറ്റ് ബിഫോർ ഫൈനലി എൻട്രിങ് ഇൻ ടു എ കോൺട്രാക്ട് ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ്? ഒന്ന്, അതിൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസ് ലഭിക്കണം. 2, ഡിപ്പാർട്ട്മെൻറ്റൽ കോഡ്സ് ആൻഡ് GOs അത് ലഭിക്കണം. അതുപോലെ അതിൻ്റെ ലീഗൽ അഡ്വൈസ് ലഭിക്കണം. അതിനുശേഷം മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഫുൾഫിൽ ചെയ്തിരിക്കണം. ഓൾ ദ എബവ് എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 86ാമത്തെ ചോദ്യം, സാങ്ഷൻ ഫ്രം ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ബിക്കം നെസസറി വെൻ എ ക്ലെയിം എഗെയിൻസ്റ്റ് ഗവൺമെൻറ് നോട്ട് റെപ്രസെൻറ്റഡ് വിത്തിൻ ഡാഷ് ഇയേഴ്സ്. ഓപ്ഷൻ എ 2 years ആണ്, 2 വർഷത്തിനുള്ളിലാണ് അത് കൊടുക്കേണ്ടത്. 87ാമത്തെ ചോദ്യം, 6 years is the period limited to claim the arrears of dash from the date when the claim fell due for payment. അതായത് ഗ്രാറ്റുവിറ്റി സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 6 വർഷത്തിനുള്ളിലാണ് അത് ക്ലെയിം ചെയ്യേണ്ടത്, അതിൻ്റെ അരിയേഴ്സ് എല്ലാം ക്ലെയിം ചെയ്യേണ്ടത്. അണ്ടർ പ്രൊവിഷൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഓർഡർ 1936, ഹൂ പൊസസ് ദ പവർ ടു സർട്ടിഫൈ certain documents are secret? ആർക്കാണ് അതിനുള്ള പവർ ഉള്ളതെന്ന്? ചില ഡോക്യുമെൻറ്റ്സ് സീക്രട്ട് ആണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നതിനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് അത് ഗവർണർക്കാണ് അതിൻ്റെ അധികാരം കൊടുത്തിരിക്കുന്നത്. ഹൗ മെനി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആർ ഔട്ട് ഓഫ് ബിസിനസ് കൺട്രോൾ ഓഫ് RBI? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ഇപ്പോഴും ഒത്തുചേരാത്ത ഒരു സ്റ്റേറ്റേ ഉള്ളൂ, ഒറ്റ ഒരു സ്റ്റേറ്റേ ഉള്ളൂ. 90ാമത്തെ ചോദ്യം, ഇൻ എ റേറ്റ് കോൺട്രാക്ട് the supply of stores are expected in dash rates during the period covered by contract. Specified rates എന്നാണ്. 91ാമത്തെ ചോദ്യം, when a government servant buys materials for the execution of a work, what rules he should comply? Stores purchase rules ആണ് അദ്ദേഹം നോക്കേണ്ടത്. 92ാമത്തെ ചോദ്യം, payment of bill to a contractor is strictly limited after ചെക്ക് മെഷർമെൻറ്റ് ഓഫ് വർക്ക്. ഫൈനൽ പേയ്മെൻറ്റ് നടത്തേണ്ടത് എപ്പോഴും ഒരു ബില്ല് പേ ചെയ്യുന്നതിന് മുമ്പ് പരിശോധിക്കേണ്ടത് ചെക്ക് മെഷർമെൻറ്റ് ഓഫ് വർക്കാണ്. 93ാമത്തെ ചോദ്യം, പ്രൊസീജിയർ ഫോർ സാങ്ഷനിങ് ഗ്രാൻഡ്സ് ടു ലൈബ്രറീസ് ആൻഡ് ഗ്രന്ഥശാല സംഘം ആർ എക്സ്പ്ലെയിൻ ഇൻ ആർട്ടിക്കിൾ ഡാഷ് ഓഫ് KFC 1. KFCയുടെ ഏത് ആർട്ടിക്കിളിലാണ് ഈ ഭാഗം വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 215 ആണ്, 215. 94ാമത്തെ ചോദ്യം, വിച്ച് ബോഡി ഡിസൈഡ്സ് ദ ഗ്രേഡ്സ് ഓഫ് ലൈബ്രറീസ് ഇൻ കേരള? കേരളത്തിലെ ലൈബ്രറികളുടെ ഗ്രേഡ് നിശ്ചയിക്കുന്ന ആരാണെന്നാണ്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ആരുമല്ല അതിൻ്റെ ഗ്രേഡ് നിശ്ചയിക്കുന്നത്, സർക്കാർ നിർദ്ദേശിക്കുന്ന സെപ്പറേറ്റ് ബോഡിയാണ് അതിനെ ഗ്രേഡ് ചെയ്യുന്നത്. നൺ ഓഫ് ദ എബവ് എന്നാണ് അതിൻ്റെ ആൻസർ. 95ാമത്തേത്, കോൺട്രിബ്യൂഷൻസ് ടു ദേവസ്വം ഫണ്ട് ഈസ് മെയ്ഡ് ബൈ ഗവൺമെൻറ് ആസ് പെർ ഡാഷ്. ഏത് ആർട്ടിക്കിളാണെന്നാണ് അതിൻ്റെ ചോദ്യം. വീണ്ടും ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ആർട്ടിക്കിൾ 290A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 96, അഡ്വാൻസസ് ടു ഗവൺമെൻറ് സർവൻസ് ആർ സാങ്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ റൂൾസ് കണ്ടെയ്ൻഡ് ഇൻ ആർട്ടിക്കിൾസ് ഡാഷ് ഓഫ് KFC 1.
ഇതിൻ്റെ ആർട്ടിക്കിൾസ് ഇതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. ഈ ആർട്ടിക്കിൾ ഒന്നുമായി ബന്ധപ്പെട്ടല്ല അത് കിടക്കുന്നത്. നൺ ഓഫ് ദ എബവ് എന്നാണ് എൻ്റെ ആൻസർ. 97ാമത്തെ ചോദ്യം. അഡ്വാൻസ് ഫോർ പർച്ചേസ് ഓഫ് മോട്ടോർ കാർ ടു ഗവൺമെൻറ് സർവൻറ്റ് ഈസ് ഡെൽറ്റ് വിത്തിൻ ആർട്ടിക്കിൾ ഡാഷ് ഓഫ് KFC 1. വീണ്ടും ആർട്ടിക്കിളാണ്. അത് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ 242 ആണ്. 98. എ സെക്കൻഡ് മോട്ടോർ കൺവെയൻസ് അഡ്വാൻസ് ഈസ് എലിജിബിൾ ടു എ ഗവൺമെൻറ് സർവൻറ്റ് ആഫ്റ്റർ ഫുൾ റീപേയ്മെൻറ്റ് ഓഫ് എർലിയർ അഡ്വാൻസ് ആൻഡ് ലാപ്സ് ഓഫ് ഡാഷ് ഇയേഴ്സ്. ഉണ്ടോ? അപ്പോൾ രണ്ടാമത് ഒരു മോട്ടോർ കൺവെയൻസ് അഡ്വാൻസ് കിട്ടണമെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തേതിൻ്റെ എല്ലാ റീപേയ്മെൻറ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ 15 വർഷവും പൂർത്തിയാക്കിയിരിക്കണം. 99ാമത്തേത്. വാട്ട് ഇസ് എ മിനിമം പീരീഡ് ഓഫ് സർവീസ് ഫർദർ റിക്വയർഡ് ടു എ ഗവൺമെൻറ് സർവൻറ്റ് ഫോർ റിട്ടയർമെൻറ്റ് ടു അവെയിൽ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്. ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ലഭിക്കണമെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മിനിമം എത്ര സർവീസിന് ബാക്കി ഉണ്ടാകണമെന്നാണ്? 2 വർഷം തന്നെയെങ്കിലും ബാക്കി ഉണ്ടായിരിക്കണം. 100ാമത്തെ ചോദ്യം. ആഫ്റ്റർ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ലോൺ ഫ്രം KSHB പീരീഡ് അലൗഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഈസ് ജസ്റ്റ് ഡാഷ് ഇയേഴ്സ്. അതായത് ലോൺ സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര നാളിനുള്ളിൽ കൺസ്ട്രക്ഷൻ നടത്തണമെന്നാണ്? അത് 1 വർഷത്തിനുള്ളിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാനത് 2 പാർട്ടുകളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഉത്തരങ്ങളും ഞാൻ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ പാഠഭാഗങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത് വളരെ ഗുണം ചെയ്യും. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.